ഞാൻ അമ്മു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് രുചികരമായിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ് കേട്ടോ. മാങ്ങാച്ചാർ ഇഷ്ടമുള്ളത് ആരുമില്ല. അതുപോലെ നാടൻ രീതിയിൽ എങ്ങനെയാണ് ഈ രുചികരമായിട്ടുള്ള മാങ്ങാച്ചാർ തയ്യാറാക്കുന്നത്, ഒരുപാട് നാള് കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഈ മാങ്ങാച്ചാർ തയ്യാറാക്കുന്നത്. ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ മാങ്ങ നമ്മുടെ അച്ചാറിനായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഇച്ചിരി ഒരു പുളിപ്പുള്ള തരം മാങ്ങയാണ്. അതുപോലെ ഇതിൻ്റെ കളർ ചേഞ്ച് ആയിരിക്കുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, അതിൽ കൂടുതലാകാൻ പാടില്ല. അത്രയും സമയം നമ്മളൊന്ന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെക്കുക. എങ്കിലാണ് അച്ചാറിൽ ഉപ്പെല്ലാം നന്നായിട്ട് ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. അപ്പം ഞാൻ ഉപ്പ് ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി അതുപോലെ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു. ഞാനിനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഇടുക. നാരങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒക്കെ നല്ലെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാലാണ് ഒരുപാട് നാൾ നിൽക്കുക. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതേ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിന് കീറിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. എങ്കിലാണ് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറെല്ലാം നമ്മുടെ അച്ചാറിലൊക്കെ ഇറങ്ങുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അതിപ്പോൾ 3 സ്പൂണ് സാധാരണ മുളക് പൊടിയും 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും. അപ്പോൾ മുഴുവനായിട്ട് 5 സ്പൂണ് മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫ്ലെയിം നന്നായിട്ട് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഒരു 1/2 ടീസ്പൂണ് കടുക് നമുക്ക് പൊടിച്ചതാണ്. ഇതിപ്പോൾ കടുക് ഞാൻ വറുത്ത് പൊടിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഉലുവ പൊടിയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതേ പൊടിയുടെ മണമെല്ലാം മാറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ ഞാൻ മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. മാങ്ങയും കൂടെ ചേർത്തു. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വിനീഗർ ഒഴിച്ചെടുത്താൽ മതിയാകും. മാങ്ങയും കൂടെ ചേർത്തു. ഈ സമയം ആകുമ്പോഴും ഞാൻ ഫ്ലെയിം ഓഫാണ്. ഇതിപ്പോൾ മാങ്ങ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഒരുപാട് വെന്ത് പോകരുത്. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. അതുപോലെ കായപ്പൊടി വേണമെങ്കിൽ വീണ്ടും കായപ്പൊടി ചേർക്കാം. ഉലുവ ഒന്നും കൂടുതൽ ചേർക്കരുത്, കാരണം കയ്പുണ്ടാകും. ഇപ്പോൾ ദേ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു അല്പം ഉപ്പ് ചേർത്തു. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് വിനാഗിരി. ഒരുപാട് മാങ്ങ അച്ചാറിന് ഒത്തിരി വിനാഗിരി നമ്മൾ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഒരല്പം, കാരണം ഓൾറെഡി പുളി കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പുളിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ആവശ്യമില്ല. അതുപോലെ ഇത് കേടുകൂടാതെ 1-2 മാസം നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് ജാറിലാക്കുന്നതിന് മുമ്പ് 2 ദിവസമെങ്കിലും പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ. ഇത് അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന ഒരു 2 ദിവസമെങ്കിലും കഴിയണം. അതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ മതിയാകും. അപ്പോഴാണ് പുളിയും വിനാഗിരിയൊക്കെ പിടിച്ച് റെഡിയാകുക. പെട്ടെന്നാണ് രുചികരമായിട്ടുള്ളൊരു മാങ്ങാച്ചാർ നമ്മൾ തയ്യാറാക്കിയത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം. മനോഹരമായ അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മറക്കാതെ ബെല്ലൈക്കൻ അമർത്തുക കേട്ടോ. എങ്കിലും നോട്ടിഫിക്കേഷൻസ് സമയത്ത് കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മനോഹരമായ മറ്റു റെസിപ്പിയുമായി കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.